ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും ഒക്കെ ഉള്ളതാണ്. മനുഷ്യൻ്റെ ജന്മഘട്ടം എന്ന് പറയുന്നത് 5 വിഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ എണ്ണാറുള്ളത്. ശൈശവവും ബാല്യവും കൗമാരവും അതേപോലെ യൗവനവും വാർദ്ധക്യവും. ഇതിലെ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. മറ്റു 4 ഘട്ടങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ഗൗരവവും ഒക്കെ ഉണ്ട് എങ്കിലും വാർദ്ധക്യകാലം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വൃദ്ധരായ ആളുകൾക്ക് മാത്രമല്ല, ചെറുപ്പക്കാരായ ആളുകളും ഒരുപാട് പഠിക്കാനുണ്ട് ആ വിഷയത്തിൽ. നമ്മുടെ മുമ്പിൽ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവർ ഇവിടെ ഉണ്ടായിരുന്നു. ആവേശത്തോടുകൂടി നാടിൻ്റെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഓരോ വിഷയത്തിലും ഇന്ന് നമ്മൾ കാണിച്ചതിനേക്കാൾ കണിശതയും ചടുലതയുമെല്ലാമുള്ള അവസ്ഥയിൽ അവരിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നവർ നമ്മുടെ മുമ്പിലുള്ളത്, അവർക്കൊന്ന് നടക്കണമെങ്കിൽ നമ്മുടെ കൈകൾ അവർ പിടിക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ സഹായം ആവശ്യമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പലരെ സംബന്ധിച്ചിടത്തോളവും പ്രാഥമികമായ കാര്യങ്ങൾ നിവർത്തിക്കണമെങ്കിൽ വരെ
മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന ഒരു കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബലഹീനതയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, നിങ്ങൾക്കതിന് ശേഷം നിങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട്. ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും ജനിച്ച വീണ നമ്മൾ ഒന്നിനും സാധ്യമല്ലാതിരുന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും നമ്മൾ വളർന്നു വന്ന് നമുക്കതിന് പാകമാകുന്ന കരുത്തുള്ള, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നിടത്തേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുവാൻ സാധ്യമാകുന്ന, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതിയെ നമുക്ക് നിവർത്തിക്കുവാനുള്ള ആരോഗ്യവും തൻ്റെ ഇടവും ഒക്കെ ഉള്ളൊരു കാലമുണ്ട്. അതിനുശേഷം ഒരു കാലം വരാനുണ്ട്. അതിനുശേഷമുള്ളത് പിന്നെ നിങ്ങൾക്ക് വരാനുള്ള കാലം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. അതേപോലെ ദുർബലതയാണ്. വാർദ്ധക്യം മാത്രമല്ല, ആ വാർദ്ധക്യത്തിൽ അങ്ങേയറ്റത്തെ ദുർബലതയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഘട്ടം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. വഹുവൽ അലീമുൽ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവജ്ഞനും സർവശക്തനുമായിട്ടുമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ദുർബലതയുടെ കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രോഗത്തിൻ്റെയും അവശതയുടെയും എല്ലാത്തിനും ഉപരിയായിക്കൊണ്ട് അവഗണനയുടെയും കാലമാണ് വാർദ്ധക്യം. അവഗണനയുടെയും കാലമാണ് വാർദ്ധക്യം. ഒരു പക്ഷേ അവഗണന നേരിടുന്നില്ല എങ്കിലും വാർദ്ധക്യത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവഗണന നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നെപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒരു പ്രായമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഒരു പക്ഷെ മക്കളൊക്കെ പരിഗണിക്കുന്നുണ്ടാകും, നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പരിഗണിക്കുന്നുണ്ടാകും. എന്നാലും വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്ന ചിന്തകൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംരി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിന്റെ ഏറ്റവും താഴേക്കിടയിലേക്ക്, ദുർബലാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ലികൈലാ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ, നമുക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നു, വിജ്ഞാനമുണ്ടായിരുന്നു, നമ്മൾ പലതും നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ദുർബലരാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത, നമുക്കൊന്നും അറിവില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നെല്ലാം പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു കാലഘട്ടത്തിലേക്ക് കൃത്യമായി കരുതലുള്ളവരാവണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തന്നെയാണ് ആ കരുതലിന് വേണ്ടി നമ്മോട് പറഞ്ഞത്, ഒരുപാട് സമ്പത്ത് നിങ്ങൾ നീക്കി വെക്കണം എന്നുള്ളത് കൊണ്ട് ആ കരുതലൊന്നും കിട്ടുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഓരോ പകലിലും, ഓരോ പ്രഭാതത്തിലും, പ്രദേശത്തിലും നിങ്ങൾ എന്ത് വേണം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ബാല്യത്തിലുള്ളവരും കൗമാരത്തിലുള്ളവരും യൗവനത്തിലുമുള്ളവരുമെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്നൊരു പ്രാർത്ഥനയാണെന്ത്? അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്ന ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ. മടിയിൽ നിന്ന്, മടി ഉണ്ടാകുന്നത് യൗവന കാലഘട്ടത്തിലായിരിക്കും. ആ കാലഘട്ടത്തിന് ശേഷം പറയുന്നു വസൂഇൽ കിബർ, പ്രയാസം അനുഭവപ്പെടുന്ന വാർദ്ധക്യമുണ്ടല്ലോ, ആ വാർദ്ധക്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ വാർദ്ധക്യത്തിൽ പ്രയാസമില്ലാതിരിക്കുവാൻ വേണ്ടി, പ്രതിസന്ധി ഇല്ലാതിരിക്കുവാൻ വേണ്ടി ആരോഗ്യമുള്ള കാലഘട്ടത്തിലും സട്ടാവായ റബ്ബിനോട് നമ്മൾ രാവിലും പകലിലും, രാവിന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനോട് തേടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്നത് ശാപമുള്ള കാര്യമൊന്നുമല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായി തോന്നുന്ന ആളുകളുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ പ്രായം ചെന്നാൽ അവർക്ക് ദയാവധം നടത്തുവാനുള്ള അനുമതികൾ കൊടുക്കുന്ന കോടതികൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇസ്ലാം, നിങ്ങൾ ആ പ്രായത്തിൽ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ അമലുകൾ നിങ്ങൾ അധികമായിരിക്കണം. നിങ്ങൾ പരമാവധി ഒരു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന താബഈ സലഫുകളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയിലേക്ക് പ്രവേശിക്കാണ്. അപ്പോൾ വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഫറആ ശൈഖൻ കബീറ, ഒരു വയസ്സുള്ള നല്ലൊരു മനുഷ്യൻ, വലിയ വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ചോദിക്കുന്നുണ്ട്, യാ ശൈഖ്
അതുഹിബ്ബുൽ മൗത, നിങ്ങൾ മരണം ആഗ്രഹിക്കുന്നുണ്ടോ? മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വാർദ്ധക്യത്തിന്റെ അവശതകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇല്ല, ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ബിമ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത് മരണത്തെ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്റെ യുവത്വവും അതേപോലെ തന്നെ എന്റെ തിന്മകളും എന്റെ ജീവിതത്തിലെ ഷർറുകളും. യുവത്വം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പിഴവുകളുണ്ട്, വലിയ അശ്രദ്ധകളുണ്ട്. ആ അശ്രദ്ധകളും ആ യുവത്വവും എന്നിൽ നിന്നും പോയിട്ടുണ്ട്. വാർദ്ധക്യം എന്നിലേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ നന്മകളിലും എന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ എണീക്കുമ്പോൾ ഞാൻ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. കാരണം എന്താ? വാർദ്ധക്യത്തിന് അവശതയിൽ പ്രയാസമുണ്ട്. കാലുകൾക്ക് എണീക്കുമ്പോൾ മുട്ടുകൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നു, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ ഇതൊന്നും ഓർമ്മല്ല. നമ്മൾ പല പണികളിലും പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ, പല തിരക്കുകളിലേക്കും നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുവാനോ, ആരോഗ്യങ്ങളും ആയുസ്സും ആരോഗ്യവും അതേപോലെ റിസ്ഖും എല്ലാം നൽകിയിട്ടുള്ള റബ്ബിനോട് അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ വേണ്ടി പറയുന്നിടത്ത് പോലും സുജൂദ് ചെയ്യുവാൻ പോലും സമയമില്ലാതെ ഭൗതികമായ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പാഞ്ഞു നടന്നിരുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ, എൻ്റെ റബ്ബിനെ കുറിച്ച് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാലം എനിക്ക് ഇനിയും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇദ്ദേഹത്തിനോട് ആ മനുഷ്യൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ ഒരു അനുഗ്രഹത്തിന്റെ കാലഘട്ടത്തിനെ, ഈ ഒരു വാർദ്ധക്യം എന്ന് പറയുന്നത് അനുഗ്രഹമുള്ള കാലഘട്ടമാണ്. അതെങ്ങനെയാണെന്ന് അറിയുന്നത്, ആരുടെയെങ്കിലും യുവത്വം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് എങ്കിൽ അവന് ഖിയാമത്ത് നാളിൽ അവന് പ്രകാശം ഉണ്ടാകും. അവൻ ഏറ്റവും തെളിഞ്ഞ മുഖത്തോടു കൂടി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവന് കടന്നു വരാൻ പറ്റും. അവന്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് അവൻ അനുഗ്രഹീതമാകും. എന്തു വേണം? അവന്റെ യുവത്വത്തിനെ അവൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ നമ്മളൊക്കെ വാർദ്ധക്യമുള്ളവരെ പരിഗണിക്കാതിരിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും, അല്ലെ? എന്തഭിപ്രായം പറയുന്നിടത്തും അവരെ നമ്മൾ ഇങ്ങനെ മാറ്റിവെക്കും. അവരുടെ വാക്കുകൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലുണ്ടാക്കണം. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റിസ്ഖുകളിൽ വർധനമുണ്ടാക്കി തരുന്നത് ഈ ദുർബലരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദുർബലരും കുട്ടികളും സ്ത്രീകളും ഈ ദുനിയാവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ യുവത്വത്തിൽ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പ്രവാചക വചനങ്ങളെയും മുഖവിലക്കെടുക്കാതെ മുഖം തിരിഞ്ഞ് നടക്കുമ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷകൾ ഒന്നായി നമ്മുടെ ഉമ്മത്തിലേക്ക് ഇറങ്ങാത്തത്. അള്ളാഹു പറയുന്നു, ഈ രൂപത്തിൽ പിന്നെ വൃദ്ധരായ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നൊരു കാരണമായി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ നമ്മൾ നല്ല അമലുകൾ ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൻ നാസി ഖൈറുൻ, ആരാണ് ഞങ്ങൾ നല്ല മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഉത്തരം മൻ ത്വാല ഉംറുഹു വഹസ്ന അമലുഹു, അവന് വയസ്സ് ഉണ്ടാവുകയും അവന് നല്ല ദീർഘായുസ് അവന് ലഭ്യമാവുകയും നല്ല അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാകുന്നു ഏറ്റവും നല്ല മനുഷ്യര്. അതിനോട് ചേർന്നുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഫയ്യുൻ നാസി ശർറുൻ, ഏറ്റവും മോശക്കാരൻ ആരാന്നറിയുമോ നിങ്ങൾ ജനങ്ങളിൽ? അവൻ ആയുസുണ്ട്, അവൻ ആയുസ് കിട്ടിയിട്ടുണ്ട്. വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത് 60 മുതൽ 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ വയസ്സെന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 60-70 എന്നൊക്കെ വാർദ്ധക്യകാലമാണ്. ഈ കാലഘട്ടത്തിൽ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. 60-70 വയസ്സായിട്ടും നമ്മൾ അള്ളാഹുവിന് മുമ്പിലേക്ക് ദിക്റുകളും ദുആകളും ചെയ്ത് അടുക്കുന്നതിന് പകരം ഒഴിവ് കിട്ടുന്ന സമയങ്ങളും അങ്ങാടികളിലേക്ക് ഇറങ്ങുന്ന സന്ദർഭങ്ങളും കൂട്ടമായി ഇരിക്കുന്ന സന്ദർഭങ്ങളുമെല്ലാം പിന്നെ പരദൂഷണങ്ങൾ പറയാനും
അയ്ബത്തുകൾ പറയാനും ദീനിന് വിരുദ്ധമായ സംസാരങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മളുള്ളതെങ്കിൽ അറിഞ്ഞു വെക്കുക, മനുഷ്യരിൽ ഏറ്റവും ഷർറ് ബാധിച്ചവർ, ഏറ്റവും മോശക്കാർ നിങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വാർദ്ധക്യത്തിന്റെ അവശതയിലും പ്രയാസത്തിലും പോലും തിന്മകൾ ചെയ്യുന്നവരും അതേപോലെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നവരും ഉണ്ടെങ്കിൽ അറിയുക, നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ വാർദ്ധക്യത്തിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരുന്നുണ്ട്, ഒരു മനുഷ്യനെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിന്റെ ഇടയിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു വരുമ്പോൾ ആരും അദ്ദേഹത്തിന് പരിഗണിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത്, ലൈസ മൻ ലം യർഹം സഗീറനാ വലം യുഅഖിർ കബീറനാ, ചെറിയവരോട് കരുണ കാണിക്കണം, അതേപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കുവാനും വലിയവർക്ക് അതിന്റെ സ്ഥാനം കൊടുക്കുവാനും സാധ്യമാകണം. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഗ്രിഫ് ശറഫ കബീറനാ, എന്നിൽപ്പെട്ടവനല്ല ആര്? വൃദ്ധരായ ആളുകളുടെ അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു വാചകത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, മാ അക്രമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദസ്സിന്ന. ഒരു മനുഷ്യൻ അവന് പ്രായം ചെന്ന ആളുകൾ അവൻ ആദരിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ അവശതയിൽ അവൻ പ്രായം ചെല്ലുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ അവനെ ബഹുമാനിക്കാനും ആളുണ്ടാകും, അവനെ ബഹുമാനിക്കുവാനും ആളുണ്ടാകും. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാചകമാണ്, ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാചകമാണ്. പലപ്പോഴും വൃദ്ധരായ ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. മാതാപിതാക്കൾ, ഒരുപക്ഷെ ഉമ്മാക്ക് പ്രായം കുറവായിരിക്കാം, ആരോഗ്യമുണ്ടാകും. ആ സന്ദർഭത്തിൽ ഉമ്മയും മകനും ഒരു ഭാഗം നിന്നുകൊണ്ട് ഉപ്പയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്നവരുണ്ട്, ഉപ്പയെ യാതൊരു വിലയും നിലയും കൊടുക്കാത്തവരുണ്ട്. പല ആളുകളും അങ്ങേയറ്റത്തെ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ചിലപ്പോൾ ചില ചിത്രങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടാകാം, അല്ലെ? പ്രായം ചെന്ന ഉപ്പയെ പ്രയാസപ്പെടുത്തിയ മാതാവിന്റെയും മക്കളുടെയും ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ കഥകൾ തിരിച്ചവർക്കൊരു കാലം വരുന്നതും ഒരുപക്ഷെ ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇന്ന് ആ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലുള്ളതാണ്. ആ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോഗ്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇണയും മകളും എല്ലാം കൂടി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഉമ്മ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും പ്രയാസപ്പെടുന്നുണ്ട്. ആ മകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മക്കളാൽ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മോട് പഠിപ്പിച്ചു തന്ന കാര്യമാണ്, നമ്മൾ ബഹുമാനിച്ചാൽ നമ്മൾ ബഹുമാനിക്കപ്പെടും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നന്നായി പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ, അവരെ പ്രയാസപ്പെടുത്താതെ നമ്മൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഏറെ ഗൗരവകരമായി തന്നെ ഈ വിഷയങ്ങളെയെല്ലാം കാണാനും വിഷയങ്ങളെല്ലാം പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും, മക്ക വിജയ സന്ദർഭത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവുമായി പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ആ മക്ക വിജയ സന്ദർഭത്തിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വൃദ്ധനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയുമായി കടന്നു വരുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബൂബക്കർ ഉപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അവിടെ വരുമായിരുന്നല്ലോ എന്ന് പറയുന്ന രംഗമുണ്ട്. പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ അവിടേക്ക് പോയി കാണാൻ, അവിടേക്ക് പോയി പരിചരിക്കുവാൻ, അവിടേക്ക് പോയി അവരെ സഹായം കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ എല്ലായിടത്തേക്ക് വരുത്തിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളത് ഏറെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ളവരെ നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, തീർച്ചയായും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കുവാനുള്ള ആളുകളെ അവിടെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയുണ്ടാവുക. നമ്മൾ വലിയ വൃദ്ധരായ ആളുകളെ, പ്രായം ചെന്നവരെ ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടുന്ന സ്ഥാനം കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ ലക്ഷണമാണ്
വൃദ്ധരായ ആളുകളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദി ശൈബിൽ മുസ്ലിം. മുസ്ലിമായിട്ടുള്ള ഒരു വൃദ്ധനായ ഒരാളെ നമ്മൾ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതും അവരെ ബഹുമാനിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് സമമാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നവർക്ക് മാത്രമാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കൃത്യമായി ബോധ്യമുള്ളവർക്ക് മാത്രമാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ പ്രായം ചെന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ള ഗൗരവകരമായ വിഷയം, നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാലം നന്മക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും വൃദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൽബുകളിൽ ഉണ്ടാകുന്ന ചില നിന്നും എടുത്തു കളഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. അവിടെ അതിൽ യുവത്വമായിരിക്കും അവരുടെ കൽബുകളിൽ. അതിലൊന്ന് ഫിഹബ്ബ് ദുനിയാ വതുൽ അമൽ, ദുനിയാവിനോടുള്ള ഇഷ്ടവും അതേപോലെ തന്നെ പണത്തിനോടുള്ള ഒരു ആർത്തിയുമെല്ലാം വാർദ്ധക്യത്തിലും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ മനസ്സിൽ അതിന് യുവത്വമാണ്. ആ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും അവർക്ക് അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒന്നും മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുന്നതിനോ മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ ഒന്നും മനസ്സ് കാണിക്കാതെ പരമാവധി പിടിച്ചു വെക്കുന്ന, പിശുക്ക് കാണിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, എല്ലാവിധ തിന്മകളിൽ നിന്നും അനാവശ്യമായ വർത്തമാനങ്ങളിൽ നിന്ന്, നമ്മുടെ അമലുകൾ ഇല്ലാതാക്കി കളയുന്ന അസൂയ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ഐബത്ത് നമീമത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടുനിൽക്കണം. നമുക്ക് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇപ്പോഴും നമുക്ക് അള്ളാഹു പുറത്തേക്ക് ഇറങ്ങാനുള്ള നിഅമത്ത് തന്നിട്ടുണ്ട് എങ്കിൽ ആ നിഅമത്തുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. അതേപോലെ നമ്മൾ അറിയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, സലാസുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കാത്തൊരു വിഭാഗമുണ്ട്. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ ഒരിക്കലും സംസ്കരിക്കുകയില്ല. ആ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവരുടെ സ്വഭാവമാണെന്ത്, ശൈഖുൻ സാനിൻ, വൃദ്ധനായ വ്യഭിചാരി എന്ന് പറയുന്നത്. വാർദ്ധക്യത്തിലും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളൊക്കെ പത്രങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, ബസ്സുകളിലും വാഹനങ്ങളിലും പൊതുനിരത്തുകളിലുമെല്ലാം ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 90% പ്രായം ചെന്ന മനുഷ്യന്മാരാണ്, പ്രായം ചെന്ന ആളുകളാണ്. നമ്മൾ ഓരോ ഗൗരവത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചിരിക്കും, നമ്മുടെ തിന്മകളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളിൽ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണമെന്നുള്ളത് സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്നും വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദാം, അവരുടെ എല്ലാം രോഗത്തിൽ നിന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഇണകൾ, അവർക്കെല്ലാവരുടെയും ഖബറുകളെ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഗസയിൽ, ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു ചെറിയൊരു അറുതി വന്നിട്ടുണ്ട് എങ്കിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവർ നേരിടുന്നുണ്ട്. അള്ളാഹു, നിന്റെ നിഅമത്തുകൾ, നിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് വർഷിപ്പിക്കണം റഹ്മാനെ. സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി അവർക്ക് അവിടെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരിൽ നിന്നും വിട പറഞ്ഞു പോയവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് ഉന്നതമായ സ്വർഗ്ഗത്തിൽ നീ പ്രവേശിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوتي يا قاضي الحاجات. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم اشف الضر عن إخواننا في فلسطين، اللهم اشف جرحاهم، اللهم تقبل شهداءهم، اللهم إنهم جوعى فاطعمهم، اللهم إنهم مظلومون فانصرهم، اللهم انصرهم على أعدائهم نصرا كاملا، اللهم انصرهم على أعدائهم نصرا كاملا. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.